ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കൊഴുക്കട്ടയാണ് കേട്ടോ തയ്യാറാക്കാൻ പോണത്. ഇതിൻ്റെ ഫില്ലിംഗ് ആണ് ഇതിൻ്റെ മെയിൻ. നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ടാണ് ഇതിൻ്റെ ഫില്ലിംഗ് റെഡിയാക്കുന്നത്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവില്ല. തീർച്ചയായിട്ടും എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ശേഷം ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു കാര്യം പറഞ്ഞോട്ടെ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് മടിക്കാതെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മുടെ ഈ ഒരു ചാനലിൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് മടിക്കാതെ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞൊരു ക്ലിക്ക് ചെയ്തിട്ട് ടോപ്പിലുള്ള ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി സെലക്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. എന്നാലാണ് ഞാൻ അടുത്തതായിട്ടിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഇതൊന്ന് ചെയ്യണേ. നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മളെ കൊഴുക്കട്ടയ്ക്ക് മധുരത്തിന് ആവശ്യമായ ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കലാണ് കേട്ടോ. അപ്പോൾ ശർക്കര ഒന്ന് മെൽറ്റാക്കി എടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാനിതിലേക്ക് ഈ ഒരു വലുപ്പത്തിലുള്ള 2 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. വെള്ളം തിളച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. ശർക്കര കംപ്ലീറ്റ് ആയിട്ടൊന്ന് മെൽറ്റ് ആവണ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ശർക്കര ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് മെൽറ്റായി വന്നാൽ മതി കേട്ടോ. നൂൽപ്പരുവൊന്നും ആക്കേണ്ട, ജസ്റ്റ് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കിയാൽ മതി. പിന്നെ നമ്മൾ ശർക്കര മെൽറ്റാക്കുമ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ശർക്കര. അപ്പോൾ അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതിനാണ് ഞാൻ വെള്ളം തിളച്ചതിന് ശേഷം ശർക്കര ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫാക്കാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് നമ്മളെ കൊഴുക്കട്ട തയ്യാറാക്കാനായിട്ടുള്ള മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ടുള്ള മാവ് ഞാനിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ 250 ml മെഷറിംഗ് കപ്പിൽ 2 കപ്പ് അളവിൽ അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു അളവിൽ നിങ്ങൾ അരിപ്പൊടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 15 കൊഴുക്കട്ട നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരിപ്പൊടിക്ക് പകരം വേണമെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടായാലും ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതിലേക്ക് പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓയിലിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മളിതിൻ്റെ ഫില്ലിങ്ങിൽ നെയ്യ് ചേർക്കുന്നതുകൊണ്ട് ഇപ്പോൾ ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിക്ക് ഏകദേശം ഒരു 1.5 കപ്പോളം വെള്ളമാണ് തിളപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. നമ്മളിങ്ങനെ ഒഴിച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ചില അരിപ്പൊടിക്ക് വറവൊക്കെ കൂടുതലുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ ഒഴിക്കേണ്ടി വരും. അപ്പോൾ അത് നോക്കിയിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ. നമ്മൾ പിന്നെ ഇവിടെ എടുത്തിട്ടുള്ളത് പത്തിരക്ക് ഉണ്ടാക്കുന്ന നൈസ് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ വെള്ളം നമ്മൾ ആവശ്യത്തിന് നോക്കിയിട്ട് ഒഴിക്കുക. പിന്നെ ഞാൻ വെള്ളത്തിലാണ് ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പൊടിയിൽ ഉപ്പിട്ടിട്ടില്ല. അപ്പോൾ വെള്ളത്തിൽ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി പോകാൻ പാടില്ല, എന്നാൽ ഒരുപാട് ലൂസായി പോകാനും പാടില്ല കേട്ടോ. അപ്പോൾ നമുക്കത് ഷേപ്പ് ചെയ്തെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ ആവശ്യത്തിന് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം അത് മിക്സാക്കി എടുക്കാനായിട്ട്. പിന്നെ നമ്മളിത് തിളച്ച വെള്ളത്തിലേക്ക് പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്യരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊഴുക്കട്ടയ്ക്ക് വിള്ളലൊക്കെ വരും. അപ്പോൾ നമ്മൾ പൊടിയിലേക്ക് തന്നെ ഇതുപോലെ തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. ഇനി ഞാനിത് ജസ്റ്റ് ഒന്ന് മൂടി വെക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കുന്ന സമയം വരെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് അടച്ചു വയ്ക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഫില്ലിംഗ് റെഡിയാക്കാനായിട്ട് നമ്മളൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ മെൽറ്റാക്കിയിട്ടുള്ള ശർക്കര പാനി ഉണ്ടല്ലോ, അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ മെൽറ്റാക്കി വെച്ചിട്ടുള്ള കംപ്ലീറ്റ് ശർക്കരപ്പാനി ഞാനൊന്ന് അരിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്തെങ്കിലും ചെറിയ മണ്ണൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് പോയി കിട്ടാനായിട്ട് ഇതുപോലെ അരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു അരമുറി തേങ്ങ ചിരകിയതാണ് കേട്ടോ. അപ്പോൾ തേങ്ങ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്രത്തോളം ഉണ്ടാക്കുന്നോ അതിനനുസരിച്ച് നമ്മൾ ഫില്ലിംഗ് റെഡിയാക്കണം. അപ്പോൾ അതിനനുസരിച്ച് തേങ്ങ നിങ്ങൾക്ക് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് 15 കോഴിക്കോട്ടയുടെ അളവാണ്. അപ്പോൾ അതിൽ നമ്മളിവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ശർക്കരപ്പാനിയിൽ ഈ തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് വറ്റിയൊന്ന് ഡ്രൈ ആവണം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഈ ശർക്കരപ്പാനിയിലിട്ടിട്ട് ഈ തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നമ്മൾ ഈ ഒരു കൊഴുക്കട്ടയുടെ ഫില്ലിംഗ് ആണ് കേട്ടോ അതിൻ്റെ മെയിൻ. നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ചേർത്തിട്ടാണ് ഈ ഒരു ഫില്ലിംഗ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ ഇതുവരെ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇനി കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കട്ടെ, അടിപൊളിയാണ്. പിന്നെ നമ്മൾ ശർക്കര മെൽറ്റാക്കി എടുക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് മെൽറ്റാക്കരുത്. ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളം തന്നെ ഒഴിച്ചാൽ മതി. ഇത് കറക്റ്റ് അളവാണ്. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വെള്ളം കംപ്ലീറ്റ് വറ്റിച്ച് ഡ്രൈ ആക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ വെള്ളം ഇതുപോലെ നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വരുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ജീരകം, ചെറിയ ജീരകം, സാദാ ജീരകം എന്നൊക്കെ പറയില്ലേ, അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ജീരകം പൊടിച്ചിട്ട് ചേർക്കാം, പൊടിക്കാതെ ചേർക്കാം. പക്ഷേ പൊടിക്കാതെ ചേർക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഈ ഫില്ലിങ് കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ജീരകം അങ്ങനെ തന്നെയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്.
പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആണ്. അത് വേറെ ഒന്നല്ല, ചുക്ക് ഏലക്ക രണ്ടും കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചുക്കും ഏലക്ക നമ്മൾ പൊടിച്ചിട്ട് തന്നെ ചേർക്കുക, ജീരകം നമ്മൾ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊടിച്ചിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ചുക്കും ഏലക്കപ്പൊടിയും കൂടി ചേർക്കുമ്പോഴാണ് നമ്മുടെ ഈ ഒരു ഫില്ലിങ്ങിൻ്റെ ടേസ്റ്റ് മാറി മറിയുന്നത് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ ചുക്കിൻ്റെ ഫ്ലേവർ തന്നെ ഞാൻ അടിപൊളിയല്ലേ, നല്ല ടേസ്റ്റാണ്, നല്ലൊരു സ്മെല്ലൊക്കെയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. നമ്മൾ ഈ ഒരു ചുക്കുപൊടിയും ഏലക്കപ്പൊടിയും ജീരകവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവാനുണ്ട് ഈ ഒരു തേങ്ങയിലൊക്കെ. അപ്പോൾ അതിനായിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് മിക്സാക്കിയിട്ട് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കാം കേട്ടോ. നമ്മുടെ ഈ ഫില്ലിങ് ഇങ്ങനെ ഇടുമ്പോൾ വെള്ളം ഒലിക്കുന്ന രീതിയിലാവരുത്, വെള്ളം ഒന്ന് വറ്റിയിട്ട് ഒന്ന് ഡ്രൈ ആവണം കേട്ടോ. എന്നാൽ വല്ലാണ്ട് ഡ്രൈ ആയിട്ട് കട്ട പിടിച്ച പോലെ ആവരുത്. ആ ഒരു പരുവത്തിൽ വേണം നമ്മളിത് തയ്യാറാക്കാനായിട്ട് കേട്ടോ. ഇപ്പോൾ ഇതിന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വെള്ളം ഒലിക്കുന്ന രീതിയിലാണെങ്കിൽ നമ്മുടെ ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ കൊഴുക്കട്ടയിൽ നിന്ന് പൊട്ടി ഇങ്ങനെ വെള്ളം ഒലിച്ച് തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫില്ലിങ് കറക്റ്റായിട്ടുള്ള ആ ഒരു പരുവത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ പിന്നെ പൊട്ടി ഒലിച്ച് പോവുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതേ നമ്മുടെ ഫില്ലിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്, കണ്ടില്ലേ, വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഒന്ന് ചൂടാറുമ്പോൾ അത് സെറ്റായിക്കോളും. അപ്പോൾ നമുക്കിനി ഇത് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് ഇനി ഒരു സംഭവം കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് വേറെ ഒന്നല്ല, നെയ്യാണ്. നെയ്യ് നമ്മൾ ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷമാണ് നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു ചൂട് കൊണ്ട് തന്നെ ഈ നെയ്യ് ഒന്ന് മെൽറ്റ് ആയിക്കോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്താൽ മതി. അപ്പോൾ നെയ്യിൻ്റെ ആ ഫ്ലേവറും കിട്ടുകയും ചെയ്യും. നെയ്യ് ഓവറായിട്ട് ചേർക്കരുത്, അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര കുത്തലുണ്ടാവും. അപ്പോൾ ഒരു ചെറിയൊരു ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും തന്നെ മതി കേട്ടോ. ചെറിയൊരു ഫ്ലേവറാണ് നമുക്കിതിന് വേണ്ടി വേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫില്ലിങ്ങിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ മാവിലാണ് നെയ്യ് ചേർത്തതെന്ന് വെച്ചാൽ പിന്നെ ഫില്ലിങ്ങിൽ ചേർക്കണം എന്നില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര കുത്തലായി കഴിഞ്ഞാൽ നമുക്ക് മട്ടിപ്പാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫില്ലിങ്ങിൽ മാത്രമേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഫില്ലിങ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള നമ്മുടെ മാവൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. നമ്മൾ ഫില്ലിങ് റെഡിയാക്കുമ്പോഴേക്കും ഒന്ന് ചൂടാറിക്കോളും. നല്ല ചൂടോട് കൂടി നമുക്ക് കുഴയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ചെറിയ ചൂടോട് കൂടി തന്നെ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മളിവിടെ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസാക്കി എടുക്കാം. നമുക്ക് കോഴിക്കോട്ടയുടെ വലുപ്പം എത്ര വേണോ അതിനനുസരിച്ചിട്ടുള്ള വലുപ്പത്തിൽ ബോൾസാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ നോർമലായിട്ടുള്ള ഒരു വലുപ്പത്തിലാണ് തയ്യാറാക്കുന്നത്. ഒരുപാട് ചെറുതല്ല എന്നാൽ ഒരുപാട് വലുതല്ലാത്ത രീതിയിലാണ് തയ്യാറാക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിൽ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ നമുക്കിതുപോലെ ഇഷ്ടമുള്ള വലുപ്പത്തിൽ ബോൾസാക്കി ആദ്യം വെക്കുക, അതിനുശേഷം ഫില്ലിങ് വെച്ച് സെറ്റാക്കാം. അപ്പോൾ കംപ്ലീറ്റ് ഞാനിതൊന്ന് ബോൾസാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ ദേ നമ്മളിവിടെ കംപ്ലീറ്റ് ബോൾസും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 15 എണ്ണമാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ആദ്യം ബോൾസാക്കി വെക്കുക. ഇനി നമുക്ക് ഫില്ലിങ് വെച്ച് സെറ്റാക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഫില്ലിങ്ങും ഒന്ന് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫില്ലിങ് വെച്ചിട്ട് ഇനി ഇത് കവർ ചെയ്തെടുക്കാം. അപ്പോൾ അത് ഈ ഫില്ലിങ് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ചൂടാറിയപ്പോഴും കണ്ടില്ലേ, നല്ലൊരു കറക്റ്റായ പരുവത്തിലാണ് ഇരിക്കുന്നത്. ആകെ കട്ട പിടിച്ച പോലെയില്ല, എന്നാൽ വെള്ളം ഒലിക്കുന്ന ഒരു പരുവമല്ല. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് നമ്മുടെ ഫില്ലിങ് ഉണ്ടാവേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട, നമ്മളെ കോഴിക്കോട്ടെ നമുക്ക് വേഗം സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഓരോ ബോൾസ് എടുക്കുക. അപ്പോൾ ബോൾസ് എടുക്കുമ്പോൾ കൈ ആദ്യം നമ്മൾ നെയ്യ് തടവേ അല്ലെങ്കിൽ ഓയിൽ തടവേ അങ്ങനെ ചെയ്യാൻ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ജസ്റ്റ് വെള്ളത്തിലൊന്ന് കൈ മുക്കിയാലും മതി, നമ്മളെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഓരോ ബോൾസ് എടുത്തിട്ട് ജസ്റ്റ് കയ്യിലിട്ടിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരും നമ്മൾ ഈ ഒരു മാവ്. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക. പരത്തിയിട്ട് നടുക്ക് ഇങ്ങനെ ഒരു കുഴിഞ്ഞ ഭാഗം പോലെ ആക്കണം, എന്നാലാണ് നമുക്ക് ഫില്ലിങ് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കാൻ പറ്റുക. അപ്പോൾ അതേ നമ്മളിതുപോലെ ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിതിൻ്റെ സെൻറ്ററിലായിട്ട് ഫില്ലിങ് ഞാനിവിടെ ഒരു സ്പൂണാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് ഫില്ലിങ് കുത്തി നിറച്ച് വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊഴുക്കട്ട സൈഡൊക്കെ പൊട്ടിക്കുന്ന അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഫില്ലിങ് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരുപാട് വെക്കരുത്, ഇതുപോലെ കുറേശ്ശെ വെച്ചിട്ട് ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ ഫില്ലിങ് വെച്ചിട്ട് എല്ലാം ഒട്ടിച്ചെടുക്കുക, പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്യുക. എന്നിട്ട് കയ്യിലിട്ടിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല റൗണ്ടായിട്ട് ശരിക്കും നല്ലൊരു ബോളായിട്ട് കിട്ടും കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് നല്ല ഉരുട്ടി എടുക്കാൻ പറ്റുന്ന ഒരു പരുവത്തിലാണ് നമ്മൾ ഈ ഒരു മാവുള്ളത്. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഷേപ്പ് പോവുകയും ചെയ്യും. പിന്നെ ഡ്രൈ ആയി കഴിഞ്ഞാൽ അതാകെ വിള്ളൽ വന്ന് ആകെ ഒരു കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ കംപ്ലീറ്റ് ഒന്ന് ഫില്ലാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 15 കോഴിക്കോട്ടി നമ്മളിവിടെ ഫില്ലിംഗ് ഒക്കെ വെച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് ആവി കയറ്റി എടുക്കണം. അപ്പോൾ അത് ആവി കയറ്റാനായിട്ട് ഞാനിവിടെ ഇഡ്ഡലി തട്ടിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ഇഡ്ഡലി തട്ടിൽ ജസ്റ്റ് ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് മൂടി വെച്ചിട്ടാണ് നമ്മളിത് ആവി കയറ്റി എടുക്കുന്നത്. അങ്ങനെ നമ്മളൊരു 15 മിനിറ്റ് ആവി കയറ്റിയിട്ട് നമ്മൾ കോഴിക്കട്ട ഇവിടെ വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു കോഴിക്കട്ട ഇരിക്കുന്നത്. ഫില്ലിംഗ് ആണെങ്കിൽ ഒന്നും പറയാനില്ല, അടിപൊളിയായിട്ടാണ് ഇരിക്കുന്നുണ്ട് കേട്ടോ. നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ലേ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഫില്ലിംഗ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ.
അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിച്ചോളൂ കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ആക്കി കൊടുക്കണേ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ മടിച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആക്കട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാ ഇതുപോലെ നല്ല വെറൈറ്റിയും ടേസ്റ്റിയുമായിട്ടുള്ള അടിപൊളി റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പോൾ ഇതുവരെയും നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. താങ്ക്